ദൈവത്തിന്റെ ധനതിരുനാമം ആദ്യമാകട്ടെ. 2 മണിക്കൂർ പ്രസംഗിക്കണം എന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നത്. എൻ്റെ മോളിങ്ങനെ എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ അതിൽ നീട്ടിൽ പെട്ടെന്ന് നിർത്തിക്കോളെ. എനിക്ക് ദൈവം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയാണ്. ഹ്യൂസ്റ്റണിലെ എല്ലാ പള്ളികളിലും ട്രാൻസ്ഫറാണ്. ഞാനിങ്ങനെ പുറത്ത് നോക്കുകയായിരുന്നു. കാലാവസ്ഥ ഇതിന് വെള്ളമൊക്കെ പൊങ്ങി ഇങ്ങനെ ഇല്ലാതെ ചെറിയാനച്ചൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വലിയ കാരണയാൽ 2-3 വർഷം ഇടവകയിലെ ഒരു എളിയ ശുശ്രൂഷകനായി പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഈ പള്ളി വരുമ്പോൾ എന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തിയൊരു പ്രയാസമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ 3-4 അച്ഛന്മാരുള്ളിടത്ത് ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? 3-4 അച്ഛന്മാരുടെ എന്നെ കൂടി ഇങ്ങനെ തിരികെ കയറ്റിയ ഒരു അഡീഷണൽ മെമ്പർ എന്നൊരു തോന്നല് ഈ പള്ളി വന്ന അന്ന് തോന്നല് എനിക്ക് അല്ലാണ്ട് ആരെന്നെ ഏത് പ്രോഗ്രാം വിളിക്കുമ്പോഴും ഈ പള്ളിയിൽ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു സങ്കോചം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ വ്യാപ്തി അധികം അറിയാതെ വണ്ണം ഈ ഇടവകയിലെ ആളുകളൊക്കെ എന്നെ കരുതുകയും വളരെയധികം സ്നേഹിക്കുകയും ചെയ്തു. അതിൽ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഞാൻ അറിയിക്കുക. 2019 ഞാൻ സെന്റ് ഗ്രിഗോറിയുടെ വികാരിയായിരിക്കുന്ന അവസരത്തിൽ അഭിനയപ്ര തിരുവനന്തപുരത്തുകൊണ്ട് ഈ പള്ളിയിൽ വന്നി അരൂപാലയച്ചൻ്റെ കൂടെ സേവനം ചെയ്യാനായിട്ട് എന്നെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് എനിക്ക് വലിയ പള്ളിയൊന്നും വേണ്ട, പഠിക്കണം ആഗ്രഹമുള്ളതുകൊണ്ട് ചെറിയ പള്ളി മതി എന്ന് പറഞ്ഞിട്ട് തിരുവനി പറഞ്ഞു അത് കുഴപ്പമില്ല, അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്കിഷ്ടമായിരുന്നു പുതിയ വലിയച്ഛന്മാരുടെ കൂടെ പ്രവർത്തിക്കുക എന്ന് പറയാം. അപ്പോൾ തിരുവേനി ഒരു തിങ്കളാഴ്ച എന്നോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് തന്നെ കൽപ്പന എഴുതുമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച ആയപ്പോൾ എനിക്ക് കൽപ്പന വന്നത് ഡാലസ് വലിയ പള്ളിയിൽ പോയി ചുമതലയേൽക്കാനായിട്ട്. അപ്പോൾ ഞാൻ തിരുവേണ്ടി ചോദിച്ചു, തിരുവേനി ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ? അപ്പോൾ ഞാൻ മൊത്തത്തിൽ മൂവ് ചെയ്യാം, അതിലൊരു 6 മാസത്തേക്കാണ് തിരിച്ച് സെന്റ് തോമസിൽ തന്നെ വരേണ്ടി വരും എന്ന് പറഞ്ഞു. അത് ആദ്യം തന്നെ പ്ലാൻ ചെയ്തു. പിന്നെ അതങ്ങനെ നീണ്ടുപോയി. പിന്നെ കോവിഡ് വന്നു. പിന്നെ അങ്ങനെ പോയി അവസാനം ഒരു മാറ്റം വരുത്താൻ ഇടയാൻ പറ്റാതെ വന്നു. ഏതായാലും 2022 ഇവിടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് വന്ന് ചെറിയാനച്ഛൻ്റെ ഒപ്പം ഈ ഇടവകയിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയായി. എന്തായാലും എല്ലാത്തിനും ഒരു ദൈവ നിയോഗമുണ്ട് എന്നുള്ളതൊരു സംശയമൊന്നുമില്ല. ആ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നടത്തുന്നു എന്നുള്ള സംശയമില്ല. തീർച്ചയായിട്ടും ഓരോ ഇടവകയിൽ ശുശ്രൂഷിക്കുമ്പോഴും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ കുറേ പള്ളികൾ വികാരിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും ഈ പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചപ്പോഴെല്ലാം ലോട്ട് ഓഫ് ന്യൂ ലേണിങ്സ് വിൽ ഗെറ്റ് ഫ്രം ദ സർവീസ്. സംശയമൊന്നുമില്ല. വന്നി വൈദികരുടെ ഇടയിലായാലും നിങ്ങളുടെ ഇടയിലായാലും പല കാര്യങ്ങളും ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇടവകയിലും ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുറന്നുള്ള പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ ഒരു അറിവുകൾ പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നെ എനിക്ക് ഇടവകയിൽ ഉള്ളൊരു സങ്കടം, രണ്ടാമത്തെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഒരു ഇടവകയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവരവരുടേതായ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ചെറിയാനച്ഛൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഞാൻ എൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഞാനൊരു വിഭാവനം ചെയ്ത് തരത്തില്ല. അത് തീർച്ചയായിട്ടും ഞാൻ അച്ഛൻ്റെ ഇതിലല്ല. അച്ഛൻ നല്ല രീതിയിൽ അച്ഛൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു, എൻ്റെ ഒരു കാഴ്ചപ്പാട് വേറെ രീതിയില്ല. അത്തരം രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ ഇടവകയിൽ സാധിച്ചില്ലെന്നുള്ളൊരു സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയാൽ അങ്ങനെയാണ്, അങ്ങനെ വരാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് എന്റേതായ ചില ശൈലികളുണ്ടായിരുന്നു. പക്ഷെ ആ ശൈലികളിലൊക്കെ അധികം പറഞ്ഞാൽ ഈ പള്ളിക്ക് എന്റെ സാന്നിധ്യം കൊണ്ട് വലിയ പ്രയോജനമുണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ കൊണ്ട് ഈ പള്ളിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായില്ലെന്നുള്ളതിനൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഇനി തുടർന്നുള്ള പള്ളിയിൽ പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാലും എനിക്ക് സന്തോഷമുള്ളത്, എനിക്ക് അച്ഛൻ്റെ കൂടെ ഞാനിവിടെ പള്ളി ചുമതല എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരേ മനസ്സോടെ ചിന്തിക്കുന്ന 2 അച്ഛന്മാർ ഒരു പള്ളി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ അടിച്ച് പിരിയാനാണ് സാധ്യതയുള്ളത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ്, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഈ നിമിഷം വരെയും ഞങ്ങളുടെ രണ്ടുപേരുടെ ബന്ധത്തിൽ ചില അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ ഉള്ളിൽ ഒരു മാനസിക വൈരാഗ്യം ഉണ്ടാകത്തക്കൊണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അച്ഛന്മാർ എങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം. പണ്ട് ഈ ശങ്കരാടി ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞതുപോലെ ഈ പ്രതിക്രിയാവാദികളും പ്രകടനവാദികളും, പക്ഷെ അവരുടെ ഇടയിൽ അന്തർധാര വളരെ ശക്തമായിരുന്നു. നിങ്ങൾ പുറത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ മാനസികം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അനിയനെ പോലെ കരുതുകയും എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അച്ഛൻ്റെ അടുത്ത് പറയുകയും ചെയ്യാറ്. അപ്പൊ ഈ
ടെക്നിക്കലായിട്ടുള്ള ചേരാൻ എക്സ്റ്റേണലായിട്ട് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉള്ളിൽ ഞങ്ങൾ വളരെ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമുള്ളത് കൊണ്ടാണ് ഈ അവസാന സമയം വരെയും വളരെ സന്തോഷത്തോട് പിരിയാൻ തക്കവണ്ണം ഇടയായത്. എനിക്കത് ഞാൻ പറഞ്ഞു തീർത്തോ. എനിക്ക് ഒരുപാട് പറയാനുള്ളത് എനിക്കറിയാം. അച്ഛനെയും പോകുന്ന വലിയൊരു ചലഞ്ചസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ തുടങ്ങി വെച്ച ഒരു ചെറിയ കോൺഗ്രിഗേഷൻ ആണ് നോർത്തിൽ. തീർച്ചയായിട്ടും അച്ഛനെ വലിയ വെല്ലുവിളിയാണ് പള്ളി ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പ്രാർത്ഥന അച്ഛനൊപ്പം ഉണ്ടാവണം. കാരണം അച്ഛനിപ്പോ ദൈവത്തിലൊക്കെ ആശ്രയിച്ച് പല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും കൂടെയൊക്കെ ഫ്യൂച്ചറിൽ വലിയ പള്ളിയായി വളരാൻ സാധ്യതയുള്ള ഇടവകയാണ്. ഇപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ അച്ഛൻ നിങ്ങൾക്കറിയാം, അച്ഛൻ എല്ലാ ആഴ്ചയിലും കുർബാന ചൊല്ലുന്ന ഒരച്ഛനാണ്. നമസ്കാരങ്ങൾ മുടങ്ങാൻ നടത്തുന്ന ഒരാളാണ്. അപ്പൊ അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം ഉണ്ടാകും. ദൈവം നടത്തുന്ന സംശയമൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ ആ ഒരു സഹായം നമുക്ക് ഉണ്ടാകേണ്ടത് ഈ രീതിയിൽ ഏറ്റവും വലിയ പള്ളിയിലാണ്. നമ്മുടെ ഇടവകയിൽ കുറെ ആളുകൾ അവിടെ ഉണ്ട്. നിങ്ങളുടെ ഒരു സഹായം അതിനുണ്ടാവും. ഞാൻ വളരെ വിനയത്തോട് അത് അച്ഛൻ പറയേണ്ടതാണെങ്കിലും അച്ഛൻ പറയാഞ്ഞതുകൊണ്ട് അച്ഛന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ഇടവക നമ്മുടെ നോർത്തിൽ ഒരു നല്ല സഭയിൽ ഒരു നല്ല ഇടവക വളർന്നു വരുന്നതൊക്കെ വേണം. നിങ്ങൾ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥന ഉണ്ടാവണം. അങ്ങ് ചെറിയാച്ചനെ ആ കാര്യത്തിൽ നിങ്ങളെല്ലാം സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞാനിങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ട്രാൻസ്ഫറിന്റെ ഈ കൽപ്പനയൊക്കെ വന്നപ്പോൾ പല ആളുകളൊക്കെ എന്നോട് പറയാൻ വെച്ചാൽ അച്ഛനെ മിസ് ചെയ്യുന്നു. അത് പറയുമ്പോൾ പല ഇന്നസെന്റ് പറഞ്ഞ ഡയലോഗുമല്ല. ഇത് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ ഓഡിറ്റോറിയത്തില് ചില പ്രായമുള്ള മാതാപിതാക്കളൊക്കെ കണ്ണുനീരോട് അച്ഛാ നിങ്ങളെ മിസ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ ഒരു വിചാരത്തിലപ്പുറം ഞങ്ങളെയൊക്കെ ഹൃദയത്തിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടാം. ശരിക്കും അർത്ഥപൂർണ്ണമായിട്ട് കണ്ണുനീരോട് അച്ഛാ നിങ്ങളെ മിസ് ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് ശരിക്കും വ്യാപ്തി മനസ്സിലായത്. എന്തായാലും ഞങ്ങളുടെയൊക്കെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. വന്യ അരൂപാലയച്ചൻ കീഴെന്ന് എന്നെ അനുഗ്രഹിച്ചതാണ്. വന്യ അരൂപാലയച്ചനും അതുപോലെ തന്നെ ഇമാം സ്കോപ്പാച്ചൻ ഒരു കുഞ്ഞ് മകനെ പോലെ എന്നെ സ്നേഹിച്ചു. കൃഷ്ണപുരത്തിൻ്റെ ഒരു അനുജനെ പോലെ പ്രവർത്തിച്ചു. ചെറിയ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഈ പിതൃതുല്യരും സഹോദര തുല്യരുമായ ബന്ധത്തിൽ അതിനൊക്കെ ഉപരി ഇടവക തന്ന സ്നേഹത്തിനും കരുതലിനും അത് വാക്കുകൾക്ക് അതീതമാണ്. പ്രത്യേകിച്ച് നല്ല പ്രോത്സാഹനം. ഒരു പ്രസംഗിച്ച് വരുമ്പോൾ അതിനെപ്പറ്റി പ്രശംസിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. ആരാധന നടത്തുമ്പോൾ അതൊക്കെ ഞങ്ങൾ വലിയ ആളുകളല്ലെങ്കിലും നിങ്ങൾ പറയുന്ന നല്ല വാക്കുകളൊക്കെ കുറെ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ശുശ്രൂഷയിൽ എന്തെങ്കിലും കുറവുകൾ വാക്കുകൊണ്ടോ പ്രവർത്തികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വളരെ നിങ്ങളുടെയൊക്കെ പാദത്തിൽ തൊട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളെല്ലാ അച്ഛന്മാർക്കും നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കരുത്ത്. സംശയമില്ല, അത് വെറുതെ പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കരുത്ത്. ചൂട് വെക്കുന്ന മേഖലകളിൽ പിഴവ് പറ്റാതെ ഏറ്റവും അനുഗ്രഹമായി നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം എല്ലാവരും. ഞാൻ പ്രത്യേകിച്ച് ആരുടെ എന്തും എടുത്ത് പറയുന്നത് എല്ലാ സംഘടനകളും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. ഇവിടൊക്കെ തന്ന സ്നേഹത്തിനും കരുതലിനും ഭക്ഷണം തന്നവർക്കും ചേർത്ത് പിടിച്ചവർക്കും ഒക്കെ കൃത്യമായിട്ടുള്ള നന്ദി. ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കൊച്ചിനെ പീഡിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീട്ടിൽ ചെല്ലേണ്ടതാണ്.